Hello. Can you see? Yes, sir. Yes, sir. Yes, sir. Hello, Yes, hello, sir. hello. Yes, Yes, sir. Hello. സാറേ കേൾക്കാൻ പറ്റുന്നുണ്ട്. ക്ലാസ് ആരംഭിക്കാല്ലേ? sir. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഉണ്ട് sir. ഓക്കെ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the best correct active form of it will soon be forgotten? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചൊന്ന് നോക്കുക ആദ്യം. It will soon be forgotten. Which one of the following is the best correct active form? നമുക്ക് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആക്റ്റീവ് ഫോം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ സൂൺ ഫോർഗോട്ട് ബൈ പീപ്പിൾ. ഫസ്റ്റ് ഓപ്ഷൻ ഇറ്റ് വിൽ സൂൺ ഫോർഗോട്ട് ബൈ പീപ്പിൾ. രണ്ടാമത്തെ ഓപ്ഷൻ പീപ്പിൾ വുഡ് ഫോർഗോട്ടൻ ഇറ്റ് സൂൺ. തേർഡ് ഓപ്ഷൻ പീപ്പിൾ വിൽ സൂൺ ഫോർഗെറ്റ് ഇറ്റ്. ഫോർത്ത് ഓപ്ഷൻ it shall be forgotten by people soon. Okay ആണോ? C ആണോ sir? C ആണോ sir? ഇത് എല്ലാവരും കുറച്ചുപേർ ആൻസർ പറയുന്നുണ്ട്. ബി ആൻസർ പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും മറ്റ് ആൻസറുകൾ എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ആൻസർ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. സാധാരണഗതിയിൽ നമ്മുടെ എക്സാമൊക്കെ ആക്റ്റീവ് വോയിസ് തന്നിട്ട് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് സാധാരണഗതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നാൽ തിരിച്ചു ചോദിക്കാം, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാസീവ് വോയിസ് ആണ്. അതെല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു പാസീവ് വോയിസ് ആണ്. അപ്പൊ അതിന്റെ ആക്റ്റീവ് വോയിസിലേക്കാണ് ചോദിച്ചത്. അപ്പൊ എന്താ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓബ്ജക്റ്റിലാണ് ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഓബ്ജക്റ്റ് ആണ്. ഇറ്റ് ഓബ്ജക്റ്റ് വിൽ ബി ഫോർഗോട്ടൻ V3 ആണ്. അപ്പൊ നമുക്ക് ഓബ്ജക്റ്റ് വിൽ ഓക്സിലറി V3 എന്ന സ്ട്രക്ചറിൽ ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ ആക്റ്റീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ തന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിൽ ബി V3 എന്ന് പറയുന്ന പാസീവ് വോയിസ് സ്ട്രക്ചർ വരുന്നത് എപ്പോഴാണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ പാസീവ് വോയിസ് വരുമ്പോഴാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ പാസീവ് വോയിസ് വരുമ്പോഴാണ് വിൽ ബി V3 എന്ന സ്ട്രക്ചർ വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാം. വിൽ ബി V3 വരുമ്പോ നമ്മൾ തിരിച്ച് ആക്റ്റീവ് വോയിസ് നമുക്ക് ചോദിച്ചാൽ തിരിച്ച് ഏത് ടെൻസിലേക്ക് വരണം? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് വരണം. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സ്ട്രക്ചർ ഏതാണ്? വിൽ പ്ലസ് V1 ആണ്. വിൽ പ്ലസ് V1. അപ്പൊ നോക്കുക, നമുക്ക് ആൻസർ കി സി ആണ്. പലരും പറഞ്ഞു ആൻസർ കി സി ആണ്. അപ്പൊ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 ആണ് അതിന്റെ ആക്റ്റീവ് സ്ട്രക്ചർ. അപ്പൊ അങ്ങനെ ആക്റ്റീവ് സ്ട്രക്ചറിൽ തന്നിരുന്നാൽ പാസീവ് വോയിസിലേക്ക് മാറുന്ന ഫോർമാറ്റ് എന്താണെന്ന് ശ്രദ്ധിക്കുക, സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഓബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് V3. അതിന്റെ പാസീവ് സ്ട്രക്ചർ എന്താണ്? ഓബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് V3. അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ ഫ്യൂച്ചറിന്റെ ആക്റ്റീവും പാസീവും പഠിച്ചു വെക്കുക. സിമ്പിൾ ഫ്യൂച്ചർ എന്ന ടെൻസിന്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും വിൽ ഓർ ഷാൾ പ്ലസ് V1 കൺവേർട്ട് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചത്. നമുക്ക് തന്നിരുന്നത് പാസീവ് ആണ്, നമുക്ക് ചോദിച്ചത് ആക്റ്റീവ് ആണ്. ഓക്കെ അല്ലേ എല്ലാവരും? എല്ലാവരും ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം ഇതിൽ പറയേണ്ടത്, നമുക്ക് തന്നിരുന്ന സെന്റൻസിൽ ബൈ പ്ലസ് സബ്ജക്റ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. ഇറ്റ് വിൽ സൂൺ ബി ഫോർഗോട്ടൺ ബൈ സംബഡി എന്നോ ബൈ പീപ്പിൾ എന്നോ തന്നിട്ടില്ലായിരുന്നു. ശരിയല്ലേ? പക്ഷെ നമ്മുടെ ഓപ്ഷനില് പല സെന്റൻസിലും പീപ്പിൾ ആഡ് ചെയ്യപ്പെട്ടതായിട്ട് കണ്ടു. അപ്പൊ ഇവിടെ ഒന്നുകിൽ സംബഡി എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിൽ സബ്ജക്റ്റ് തന്നിട്ടില്ല, പക്ഷെ ഈ സെന്റൻസിൽ ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് പീപ്പിൾ ഈസ് ദ സബ്ജക്ട് ദെയർ ഓർ സംബഡി ഈസ് ദ സബ്ജക്ട് ദെയർ. ഓക്കെ ആണോ? Okay, sir. It will be forgotten by somebody or by the people. അതാണ് അതിന്റെ മീനിങ്.
സോ അതിന് ആൻസർ കീയിൽ അവർ പീപ്പിൾ എന്ന് പറയുന്ന സബ്ജക്ട് കൊണ്ടുവന്നു. ഓക്കെ, സോ പീപ്പിൾ സബ്ജക്ട്, ദെൻ വിൽ ഓക്സിലറി. ഇനി ഫോർഗോട്ടൺ എന്ന് പറയുന്ന V3 നിന്നും റിട്ടേൺ തിരിച്ച് V1 ഫോർഗെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് V3 തന്നിരുന്നു, സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ V1 കൊണ്ടുവരണം. ഓക്കെ അല്ലേ? അപ്പൊ ഫോർഗോട്ടൺ എന്ന് പറയുന്നത് ഏതിന്റെ V3 ആണ്? ഫോർഗെറ്റ്. അപ്പോ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഫോർഗെറ്റ് ആയി. സോ പീപ്പിൾ വിൽ ഫോർഗെറ്റ് ഇറ്റ്. നമുക്ക് ഈ തന്ന സെന്റൻസ് പീപ്പിൾ വിൽ ഫോർഗെറ്റ് ഇറ്റിൽ നിന്നും തിരിച്ച് പാസീവ് വോയിസിലേക്ക് പോകാം. ഇറ്റ് ആണല്ലോ അതിന്റെ ഓബ്ജക്റ്റ്. ഇറ്റ്, ദെൻ വിൽ, സൂൺ, ബി, ഫോർഗെറ്റിന്റെ V3 ഫോർഗോട്ടൺ. ഓക്കെ ആയോ എല്ലാവരും? ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, എല്ലാവരും ഓക്കെ? എല്ലാവരും ഓക്കെ? മനസ്സിലാകാത്ത ആരെങ്കിലും പറഞ്ഞേ ഉറപ്പായിട്ടും. അല്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതി മനസ്സിലാകാത്തവർ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം. ഇതൊരു ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. കാരണം ആക്റ്റീവ് വോയിസ് തന്നിട്ട് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാനല്ല ചോദിച്ചത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നിലവിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ആക്റ്റീവ് തന്നിട്ട് പാസീവ് ചോദിക്കും. പക്ഷെ ഇത് റിട്ടേൺ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്, റിവേഴ്സ് ആണ്. അപ്പൊ പ്രയാസമാണ്. പിന്നെ ഒന്ന്, ഇതിൽ സബ്ജക്ട് കൊടുത്തിട്ടില്ല. അപ്പൊ സബ്ജക്ട് നമ്മൾ കണ്ടെത്തണം. മനസ്സിലായോ? സാധാരണ ഒരു പാസീവ് സെന്റൻസ് കണ്ടാൽ മനസ്സിലാകുന്ന ബൈ സബ്ജക്ട് കാണും, ഇതിൽ ബൈ സബ്ജക്ട് ഇല്ല. അപ്പൊ അങ്ങനെ ഉദ്യോഗാർത്ഥിക്ക് കൺഫ്യൂഷൻ വരും, ഇത് പാസീവ് വോയിസ് ആണോ? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒറ്റ കാര്യമുള്ളൂ. അതിൽ വിൽ ബി ഫോർഗോട്ടൺ കാണുന്ന ഒരു കാൻഡിഡേറ്റ് മനസ്സിലാക്കുക, വിൽ പ്ലസ് ബി പ്ലസ് V3 എന്ന് പറയുന്നത് ഒരു പാസീവ് വോയിസ് സ്ട്രക്ചർ ആണ്. വിൽ ബി V3 പാസീവ് വോയിസ് സ്ട്രക്ചർ. ഏതിന്റെ പാസീവ് വോയിസ് ആണ്? വിൽ വരുന്നത് ഫ്യൂച്ചർ ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. വിൽ ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു ഓക്സിലറി, ദെൻ ബി V3 വന്നാൽ സിമ്പിൾ ഫ്യൂച്ചറിന്റെ പാസീവ് വോയിസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ മനസ്സിലാക്കേണ്ട ഒറ്റ പോയിന്റേ ഉള്ളൂ, വിൽ ഓർ ഷാൾ ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3. നോട്ട് ചെയ്ത് വയ്ക്കുക. Will or shall plus B plus V3 is the passive voice of simple future. Okay. Okay, എല്ലാവർക്കും മനസ്സിലായി? Can you hear me? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഇനി റിട്ടേൺ നമ്മൾ ഇത് തിരിച്ച് ഏതിലേക്ക് കൊണ്ടുവരുന്നു? ആക്റ്റീവ് വോയിസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ആക്റ്റീവ് വോയിസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് സബ്ജക്ട് ഉണ്ടാകണം. ഇവിടെ സബ്ജക്ട് നിലവിൽ ഇല്ല സെന്റൻസിൽ. സോ അവർ നമുക്ക് ഓപ്ഷനിൽ ഒരു സബ്ജക്ട് ഇട്ട് തന്നിട്ടുണ്ട്, പീപ്പിൾ. എല്ലാവരും നോക്കുക, പീപ്പിൾ പീപ്പിൾ പീപ്പിൾ, കണ്ടോ? യെസ്. അപ്പൊ പീപ്പിൾ ആണ് അവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് എടുത്തു. ദെൻ ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചർ ആണ് സ്ക്രീനിൽ കാണുന്നത്. വിൽ ഓർ ഷാൾ ഉണ്ടാകണം. സോ ഇവിടെ വിൽ എടുത്തു, പീപ്പിൾ വിൽ, സൂൺ അതിൽ ആഡ് ചെയ്തു. ഓക്കെ, ദെൻ V1 ഫോം മീൻസ് നമ്മുടെ ഫസ്റ്റ് ഫോം ഓഫ് വെർബ് ഓർ ബേസ് ഫോം ഓഫ് വെർബ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അത് ഫോർഗോട്ടണിൽ നിന്നും ഫോർഗെറ്റിലേക്ക് കൊണ്ടുവരിക. ഫോർഗെറ്റ് എന്ന് പറയുന്നതിന്റെ V3 ആണ് ഫോർഗോട്ടൺ. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ലാസ്റ്റ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ രണ്ട് കാര്യം നോട്ട് ചെയ്യുക. സിമ്പിൾ ഫ്യൂച്ചറിന്റെ ആക്റ്റീവ് വോയിസ് സ്ട്രക്ചറും പാസീവ് വോയിസ് സ്ട്രക്ചറും. ആക്റ്റീവ് വോയിസ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1. പാസീവ് വോയിസ് സ്ട്രക്ചർ ഓബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് B പ്ലസ് V3. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവരും മനസ്സിലായി? ഇത് ഒരു പോയിന്റ് കൂടി ഇതിൽ നോട്ട്, എക്സ്ട്രാ നമുക്ക് ഒരു പോയിന്റ് കൂടി ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇത് ഏതൊരു മോഡാൽ ഓക്സിലറി വന്നാലും ഈ റൂൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്താ മോഡാൽ ഓക്സിലറി എന്ന് പറയുന്നത്? നമുക്ക് മൊഡാൽ ഓക്സിലറി ഏതൊക്കെയാന്ന് ചോദിച്ചാൽ വിൽ അല്ലാതെ ഷാൾ അല്ലാതെ വരുന്നത് നോട്ട് ചെയ്തോളണം. ഒന്ന് ക്യാൻ, ഒന്ന് മേ. ക്യാൻ, മേ, വിൽ, ഷാൾ, ക്യാൻ, മേ. ഓക്കെ ഓക്കെ. എല്ലാവരും ബുക്കും പേനയൊക്കെ നോട്ട് ചെയ്യാൻ അത്യാവശ്യം എടുത്തു വെച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വിൽ ഓർ വിൽ, ഷാൾ, ക്യാൻ, മേ. വിൽ, ഷാൾ, ക്യാൻ, മേ. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. ഓക്കെ.
വുഡ് കുഡ് ഷുഡ് മൈറ്റ്. അതായത് വില്ല് അതിന്റെ പാസ്റ്റ് വുഡ്, ഷാളിന്റെ പാസ്റ്റ് ഷുഡ്, ക്യാനിന്റെ പാസ്റ്റ് കുഡ്, മേയുടെ പാസ്റ്റ് മൈറ്റ്. ഇപ്പോ 4 4 8 ആയില്ലേ? വിൽ, ഷാൾ, ക്യാൻ, മേ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. ഓക്കെ. ദെൻ അടുത്ത ശ്രദ്ധിക്കുക, മസ്റ്റ്. മസ്റ്റ്. ഓക്കെ. അടുത്തത് നീഡ്, ഓട്ട്, ഡയർ, യൂസ്ഡ് ടു. അടുത്ത ശ്രദ്ധിക്കുക, നീഡ്, ought, O-U-G-H-T, ought, D-A-R-E, dare, last one used to. അപ്പൊ നമുക്ക് 13 ഓക്സിലറി വെർബുകളാണ് മോഡൽ ഓക്സിലറി എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാക്കി വെക്കുക. 13 ഓക്സിലറി വെർബുകളുണ്ട്. വിൽ, ഷാൾ, ക്യാൻ, മേ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഓട്ട്, ഡയർ, യൂസ്ഡ് ടു. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ഈ ഓക്സിലറി വെർബുകൾ ഏത് വന്നാലും പാസീവ് വോയിസ് സ്ട്രക്ചർ ഒന്നാണ്. ബി ആഡ് ചെയ്യുക, V3 ആഡ് ചെയ്യുക. ഇതിൽ ഏത് മോഡൽ ഓക്സിലറി വെച്ചിട്ട് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ ചോദിച്ചാലും B + V3 ആയിരിക്കും. ഓബ്ജക്ട് പ്ലസ് നമുക്ക് തന്നിരിക്കുന്ന ഏത് ഓക്സിലറി ആണോ സെയിം ഓക്സിലറി ആഡ് ചെയ്യുക, ദെൻ B ആഡ് ചെയ്യുക, V3 ആഡ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വില്ലോ ഷാളിന് മാത്രമല്ല, ഈ 13 ഓക്സിലറി വെർബുകൾക്ക് ടോട്ടൽ ആയിട്ട് ഒറ്റ നിയമമാണ്. അപ്പൊ ഇത് ഏത് ഓക്സിലറി വെച്ച് ചോദിച്ചാലും സെയിം റൂൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊരു ക്യാപ്സ്യൂൾ ആണ്. 13 ഓക്സിലറിക്ക് ഒറ്റ ക്യാപ്സ്യൂൾ. ഓക്കെ. അങ്ങനെയാണ് സർ. ഏതാണ് ടെൻസ്? ഇപ്പൊ ഫ്യൂച്ചറിന്റെ കാര്യമല്ലേ പറഞ്ഞത്, അപ്പൊ ഏത് ടെൻസ് ആയാലും അങ്ങനെ തന്നെയാണോ? ഈ ഇത് മോഡേൺ ഓക്സിലറി വെച്ച് ചെയ്താൽ മതി? അതായത് മോഡൽ ഓക്സിലറി ടെൻസ് നമ്മൾ ഈ ക്യാനും മേയും മറ്റ് ടെൻസുകളിൽ വരുന്ന ഓക്സിലറീസ് അല്ലല്ലോ. നമ്മൾ മറ്റ് ടെൻസുകളിൽ വരുന്ന ഓക്സിലറീസ് വില്ലും ഷാളും ഒഴിച്ച് ബാക്കി നമുക്ക് വരുന്നപ്പോ ക്യാൻ, മേ, മൈറ്റ്, മസ്റ്റ്, ഇതൊക്കെ നമുക്ക് മറ്റ് പറയുന്നത് മീൻസ് പ്രസന്റോ പാസ്റ്റോ പിന്നെ ടെൻസുകളിൽ വരുന്ന ഓക്സിലറി അല്ല മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ അഡീഷണൽ പ്രസന്റോ പാസ്റ്റോ ടെൻസുകളിൽ ഈ ഓക്സിലറി വരുമോ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഈ ഏതെങ്കിലും ഓക്സിലറി വരുമോ? വരത്തില്ല. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ മനസ്സിലാക്കുക. ഈസ്, ആർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഓക്കെ. ഇത്തരം ഓക്സിലറീസ് ആണ് നമുക്ക് മറ്റ് ടെൻസുകളിൽ വരുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ടോട്ടൽ 24 ഓക്സിലറീസ് ആണ്. അപ്പൊ അതിൽ 11 ഓക്സിലറി ആണ് പ്രൈമറി ഓക്സിലറി. ആം, യൂസ്, ആർ, വാസ്, വെയർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഇത് ഇത്രയാണ് നമ്മൾ പ്രസന്റ് പാസ്റ്റ് ടെൻസുകളിൽ വരുന്ന ഓക്സിലറി വെർബുകൾ. ഓക്കെ. ബാക്കി വില്ലും ഷാളും ആണ് ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന ഓക്സിലറി. ബാക്കി ഈ പറഞ്ഞ ഓക്സിലറീസ് ഒന്നും ടെൻസുകളിൽ വരത്തില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇത് അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അതിന്റെ പാസീവ് വോയിസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനുകളിലേക്ക് പോവാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the correct form of the verb from the options. Number question, I dash English for the last 5 years. Okay. First option study, second option studying, third option have been studying, fourth option I am studying. C ആണോ സർ? C ആണ്. എല്ലാവരും പറയുന്നു. ആദ്യം പറഞ്ഞ ആളാരാണ്? സുനിത. വെരി ഗുഡ്. ഓക്കെ. ആദ്യം പറയുന്നവർക്ക് ഒരു പ്രത്യേക സമ്മാനമുണ്ട് കേട്ടോ. അപ്പോ പറയാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു മത്സര ബുദ്ധിയോടെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി പറഞ്ഞതാണ്. അപ്പോ മീൻസ് എല്ലാം വായിച്ചു നോക്കിയിട്ട് ചെയ്താൽ മതി. നമ്മൾ ഒരു പിന്നെ എടുത്തുചാട്ടം വേണ്ട എങ്കിലും വളരെ ഒരു സ്പീഡപ്പ് ആയിട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക. അപ്പൊ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. അതാണ് സംഭവം. നമ്മൾ പ്രാക്ടീസ് ചെയ്യും മാക്സിമം. ഓക്കെ. സി ആണ് ആൻസർ കീ. സി വരാനുള്ള കാരണം നമ്മൾ ഒന്ന് നോട്ട് ചെയ്യുക. അത് അവിടെ സ്ക്രീനിൽ നോക്കുക. സ്ക്രീനിലേക്ക് നോക്കുക. അതായത് നമുക്ക് ഇത് ഈ ടെൻസ് ഏതാണ്? നമ്മൾ ടെൻസ് പഠിച്ചപ്പോൾ പഠിച്ച ടെൻസിന്റെ പേരെന്താ? എല്ലാവരും ഒന്ന് പറയാം. ടെൻസിന്റെ പേരെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ആപ്ലിക്കേഷൻ. യെസ്. അപ്പൊ ഈ പിന്നെ നമ്മുടെ സെന്റൻസിലെ ഈ ആൻസർ കീയിലേക്ക് പോകാനുള്ള ഒരു ഹിന്റ് എന്താന്ന് ചോദിച്ചാല് ഫോർ ദി ലാസ്റ്റ് 5 years എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ. അതായത് ഫോർ ദി ലാസ്റ്റ് 5 years എന്ന് പറയുന്നത് ഫോറിന് ശേഷം ഒരു പീരീഡ് ഓഫ് ടൈം തന്നിരിക്കുകയാണ്.
അപ്പൊ അതിന്റെ എക്സാം അതിന്റെ ക്ലൂ കൂടെ ഒന്ന് പിന്നെ സ്ക്രീനിലേക്ക് ശ്യാം സാർ. ഓക്കെ, യെസ്, അത് തന്നെയാണ്. അതൊന്ന് നോട്ട് ചെയ്തോളൂ. അതായത് സിൻസ്, ഫോർ എന്നീ ടൈം വേർഡുകൾ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ടെൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സിൻസും ഫോറും ആണ് അവിടുത്തെ വരുന്ന ടൈം വേർഡുകൾ രണ്ടെണ്ണം. ഓക്കെ, അപ്പൊ ഇത് മിക്കവാറും ഒക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടെൻസ് ആണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒത്തിരി ക്വസ്റ്റ്യനുകളിൽ ടെൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ഒരു മാർക്ക് വാങ്ങാം. എന്ത് ശ്രദ്ധിച്ചാൽ മതി, 4 പ്ലസ് ദ ലാസ്റ്റ് 5 years, അത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. 5 years എന്നോ 6 weeks എന്നോ അല്ലെങ്കിൽ 2 months എന്നോ അല്ലെങ്കിൽ 5 hours എന്നോ ഒക്കെ പറയുന്ന ഒരു പീരീഡ് ഓഫ് ടൈം, നീണ്ട കാലയളവിനെ നമുക്ക് 4-ന് ശേഷം തന്നാൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിൻസിനോടൊപ്പം ഒരു പോയിന്റ് ഓഫ് ടൈം തരുന്നു. അപ്പൊ എന്താ പോയിന്റ് ഓഫ് ടൈം, എന്താ പീരീഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ, സിൻസ് പ്ലസ് പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു എക്സാക്ട് പോയിന്റ് ഓഫ് ടൈം പറയുന്നു. അതായത് പർട്ടിക്കുലർ ഒരു മന്തിന്റെ പേരെടുത്ത് പറഞ്ഞാൽ സിൻസ് മെയ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു എക്സാക്ട് ഇയർ എടുത്ത് പറയുന്നു, സിൻസ് 1997. അപ്പൊ ഒരു എക്സാക്ട് മന്ത്, എക്സാക്ട് ഇയർ, എക്സാക്ട് ടൈം ഒക്കെ പറഞ്ഞാൽ പോയിന്റ് ഓഫ് ടൈം ആണ്, മനസ്സിലാക്കുക. അപ്പൊ പോയിന്റ് ഓഫ് ടൈമിനോടൊപ്പം സിൻസും പീരീഡ് ഓഫ് ടൈമിനോടൊപ്പം ഫോറും ചേർത്തുകൊണ്ട് നമുക്കൊരു ടെൻസ് ആഡ് ചെയ്യാൻ ചോദിച്ചാൽ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരേ ഒരു ടെൻസ് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ 2 ഓക്സിലറീസ് ആണ് വരുന്നത്. ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ. ഹാസും ഹാവ് ആണ് വരുന്നത്. അതിനോട് ബീൻ ആഡ് ചെയ്യുക, ING ഫോം ഓഫ് വെർബ് അപ്ലൈ ചെയ്യുക. അപ്പോ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് ING വരുന്ന ടെൻസിന്റെ പേരെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന ടെൻസ്. അവിടെ നമ്മൾ വരുന്ന ടൈം വേർഡ് ഏതൊക്കെയാണ്? സിൻസും ഫോറും. അപ്പൊ സിൻസും ഫോറും കണ്ടാൽ ഓപ്ഷനില് ഹാസ് ബീൻ, ഹാവ് ബീൻ, ING ഉണ്ടോ നോക്കുക. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹാസ് ബീനും ഹാവ് ബീനും വരുമ്പോ സബ്ജക്ട് ശ്രദ്ധിച്ചോളണം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ ING അപ്ലൈ ചെയ്യുക. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ അപ്ലൈ ചെയ്യുക. മീൻസ് സബ്ജക്ട് ഏകവചനമാണെങ്കിൽ ഹാസ് ബീൻ, സബ്ജക്ട് ബഹുവചനമോ ഐ വന്നാലോ ഹാവ് ബീൻ അപ്ലൈ ചെയ്യുക. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഐ ആണ് വന്നിരിക്കുന്നത്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് പ്ലൂറൽ ആയിട്ടാണ്. ഓക്കെ അല്ലേ? മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? സ്പീഡ് ആണെങ്കിൽ പറയണം, സ്പീഡ് ആണെങ്കിൽ പറയണം. ഓക്കെ, ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ പറയോ? ഐ വന്നാല്, പ്ലൂറൽ വന്നാല്, അതായത് പ്ലൂറൽ, എനി പ്ലൂറൽ സബ്ജക്ട് ഓർ ഐ. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഐ എന്നത് ഒരാളല്ലേ ഉള്ളൂ എന്നാണ്. ഐ, ഞാൻ ഒരാളല്ലേ ഉള്ളൂ, അത് സിംഗുലർ അല്ലേ എന്ന കൺസെപ്റ്റ് പലർക്കും ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഐ വരുമ്പോഴും ഈ ഒരു കേസിൽ ഹാസ് ഹാവ് വരുമ്പോ ഹാവ് അപ്ലൈ ചെയ്യുക. ഇനി വാസ് വേർ വരുമ്പോൾ വേർ അപ്ലൈ ചെയ്യില്ല, വാസ്. ഇത് വെച്ചിട്ട് നിങ്ങൾ വാസ് വേറിലേക്ക് പോകുമ്പോ ഐ പ്ലൂറൽ അല്ലേ എന്ന് വിചാരിച്ച് വേർ പ്ലൂറൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് ഈ ടെൻസിന്റെ കേസിൽ മാത്രമുള്ള കാര്യമായിട്ട് എടുക്കാവൂ. ഐ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം സബ്ജക്റ്റ് ആണ്. ഞാൻ പറയാം, 1-2 കേസ് പറയാൻ ശ്രദ്ധിക്കുക. ഐ നമുക്ക് ആം, ഈസ്, ആർ ഓക്സിലറി വന്നാൽ അവിടെ ആമിനോട് മാത്രം നിൽക്കും, ശരിയല്ലേ? ഐ ആം വർക്കിംഗ്. ഓക്കെ, ഇനി ഈസോ ആറോ ഐക്ക് ശേഷം ഉപയോഗിക്കാറില്ല. അപ്പൊ നിങ്ങൾ ഒരു സംശയം വരും, ഐ പ്ലൂറൽ അല്ലേ, എന്നാൽ ആറ് വരണ്ടേ? വരില്ല. അവിടെ ആം എന്ന് പറയുന്ന ഒറ്റ ഓക്സിലറി മാത്രമേ പ്രസന്റ് കണ്ടിന്യൂസിൽ വരുള്ളൂ. ഇനി അടുത്തത് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് വേറിലേക്ക് പോയാൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ഞാൻ മൊത്തത്തിൽ പറയാണ്. വാസ് വേറ് വരുന്നിടത്ത് ഐ വാസ് ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്, ഐ വേർ അപ്ലൈ ഇല്ല. അതുപോലെ ഹാസ് ഹാവ് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഹാസ് അപ്ലൈ ചെയ്യരുത്, ഹാവ് അപ്ലൈ ചെയ്യണം. ഐ പല ടെൻസിലും പ്രോബ്ലം ആണ്. അപ്പൊ അതുകൊണ്ട് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഓരോ ടെൻസിൽ വരുമ്പോഴും. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ട്? ഞാൻ മറ്റു ടെൻസുകൾ പറഞ്ഞപ്പോൾ ഡൗട്ട് ഉണ്ടായി. പറഞ്ഞോളൂ. ഒറ്റ കാര്യമുള്ളൂ ഞാൻ പറയുന്നത്, ഒറ്റ കാര്യം ഐ എന്ന സബ്ജക്റ്റിനെ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ എല്ലാ ടെൻസുകളിലും ഐ പ്ലൂറൽ ഓക്സിലറീസിനോടൊപ്പം നിൽക്കുന്നില്ല എന്ന സത്യം മനസ്സിലാക്കുക.
ചില ടെൻസിൽ സിംഗുലർ ഓക്സിലറിയോടൊപ്പം നിൽക്കുന്നു, ചില ടെൻസിൽ പ്ലൂറൽ ഓക്സിലറിയോടൊപ്പം നിൽക്കുന്നു, ചില ടെൻസിൽ ഐക്ക് മാത്രമായി ചില ഓക്സിലറീസ് ഉണ്ട്. സോ അതാണ് പറഞ്ഞ ഐ ഒരു പ്രോബ്ലം സബ്ജക്റ്റ് ആണ് എന്ന്. ഓക്കെ അല്ലേ? ഓക്കെ. അതിൽ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ആം, ഈസ്, ആർ 3 ഓക്സിലറീസ് വരുന്നത് പ്രസന്റ് കണ്ടിന്യൂസിൽ. അവിടെ ആം എന്ന ഓക്സിലറി, ഐ ആം വർക്കിംഗ്, ഐ ഈസ് വർക്കിംഗ് എന്ന് പറയില്ല, ഐ ആർ വർക്കിംഗ് എന്നും പറയില്ല. ഓക്കെ, ഇതൊക്കെ സിമ്പിള് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്, എല്ലാം മറന്നുമില്ല. ഓക്കെ. ദെൻ അടുത്ത കേസ് വാസും വേറും വരുന്നിടത്ത് ഐ വാസ് വർക്കിംഗ് എന്ന് പറയൂ, ഐ വെയർ വർക്കിംഗ് എന്ന് പറയില്ല. ഓക്കെ, വാസ് വെയർ ING പാസ്റ്റ് കണ്ടിന്യൂസ്. ഇത് 2 കേസ് ഒന്ന് ഓർമ്മിക്കുക. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മുടെ ഈ ടെൻസിനെ കുറിച്ച് പറയാം. ഈ ടെൻസിൽ വരുമ്പോ ഹാസും ഹാവും വരുന്നിടത്ത് ഹാസിനോടൊപ്പം ഐ ഉപയോഗിക്കില്ല. ഹാവ്, ഐ ഹാവ് ബീൻ. ഓക്കെ, ഇവിടുത്തെ വെർബ് സ്റ്റഡിയിങ് ആണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, അതായത് കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ അല്ലേ? അതായത് ഈ ടെൻസിന്റെ ആപ്ലിക്കേഷൻ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന ടെൻസിന്റെ പ്രത്യേകത ഒന്നേ ഉള്ളൂ, പാസ്റ്റിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി പ്രസന്റിലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രവൃത്തികളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ടെൻസ് അപ്ലൈ ചെയ്യുന്നത്. അതായത് 5 വർഷം മുൻപ് ഞാൻ ഇംഗ്ലീഷ് പഠനം തുടങ്ങി, ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഓക്കെ, എല്ലാവർക്കും ടെൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ക്ലിയർ ചെയ്തിട്ടേ പോവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3rd ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, വി ഡാഷ് അവർ ബ്രേക്ക്ഫാസ്റ്റ് ഹാഫ് ആൻ അവർ അഗോ. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഫിനിഷ്ഡ്, ഹാവ് ഫിനിഷ്ഡ്, ഹാഡ് ഫിനിഷ്ഡ്, നൺ ഓഫ് ദീസ്. ഹാഡ് ഫിനിഷ്ഡ് പറഞ്ഞ ആളാരാണ്? പേരൊന്ന് പറയൂ. നിഖിലിന്റെ സ്ഥലം എവിടെയാണ്? എറണാകുളം, അങ്കമാലി. അങ്കമാലിയിൽ. നിഖില് ടെൻസിന്റെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ല? പുതിയ ആളാണോ? കണ്ടിട്ടില്ലായിരുന്നു. കണ്ടിട്ടില്ല, ടെൻസിന്റെ ക്ലാസ് കയറിയിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല നിഖില്, അതിൽ വിഷയമില്ല. നമുക്ക് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ അതിന്റെ 1 മാർക്ക് വാങ്ങിക്കും. അതായത് ഞാൻ പേര് വിളിച്ചു ചോദിച്ചതിൽ നാണക്കേടെന്ന് വിചാരിക്കരുത്. ഇല്ല. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് വേറിട്ട ഒരു ആൻസർക്ക് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുള്ളൂ. ഒറ്റ കാര്യമേ ഉള്ളൂ. അതിലെ എഗോ എന്ന വാക്ക് ശ്രദ്ധിച്ചാൽ നിഖിലിന് 1 മാർക്ക് കിട്ടും. എഗോ എന്ന വാക്ക് ശ്രദ്ധിച്ചാൽ മതി. അതായത് എഗോ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. നിഖിൽ മാത്രമല്ല, എഗോ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇതിന്റെ ആൻസർ കീ എ ആണ്. ഫിനിഷ്ഡ് എ ആണ് ആൻസർ കീ. സർ, ആൻസർ കീ എ ആണ്. ഒന്ന് പ്ലേ ചെയ്യുക. ആൻസർ കീ ഓക്കെ എ ആണ്. അപ്പോ സിമ്പിൾ പാസ്റ്റ് എന്ന ടെൻസിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്ക്രീനിലുണ്ട്. സബ്ജക്ട് പ്ലസ് V2 ആണ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് V2, അതായത് പാസ്റ്റ് ഫോം ഓഫ് വെർബ് വരുന്ന ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ ഒരു വെർബിന്റെ V2 ഫോം, അതായത് രണ്ടാമത്തെ ഫോം, V1 V2 V3, ഇങ്ങനെ ഒരു വെർബിന് 3 ഫോമുകൾ ഉണ്ടല്ലോ. ഏതൊരു വെർബിനും V1 V2 V3 3 ഫോം ഉണ്ട്. ഒന്ന് പ്രസന്റ് ഫോം, ഒന്ന് പാസ്റ്റ് ഫോം, ഒന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ഫോം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, യെസ്, ആ V2 ഫോമില് വന്നിരിക്കുന്ന വെർബ് ഓപ്ഷനിൽ ഏതെന്ന് നോക്കാം. ഫിനിഷ്ഡ് V2 ആണ്. ഹാവ് ഫിനിഷ്ഡ് എന്നത് ഹാവ് ഓക്സിലറി വന്നു. ഹാവ് ഈ ടെൻസിൽ വരില്ല, സിമ്പിൾ പാസ്റ്റിൽ വരില്ല. പിന്നെ ഹാഡ് ഫിനിഷ്ഡ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ നിഖിലെ ശ്രദ്ധിക്കുക, ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന ടെൻസ് ആണ്. ആ ടെൻസിന്റെ പേരെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമുക്ക് വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് വെർബിന്റെ V2 ഫോം വരുന്ന ടെൻസ് ആണ്. ഫിനിഷ്ഡ് എന്നത് ഫിനിഷിന്റെ V2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ V2 വരുന്നിടത്ത് മറ്റു ഓക്സിലറീസ് ഒന്നും വരില്ല. ഹാസോ ഹാവോ ഹാഡോ ഒന്നും വരാൻ പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ആ സൈഡ് ശ്രദ്ധിക്കുക. ടൈം വേർഡ്, ഈ ടൈം വേർഡുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഈ ടെൻസിൽ
നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന മറ്റ് ടൈം വേർഡുകൾ ഏതൊക്കെ എന്ന് അറിഞ്ഞു വെച്ചാൽ ഇതിൽ ഏത് ടൈം വേർഡ് വന്നാലും ഈ ടെൻസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിനപ്പുറം ഒരു ടൈം വേർഡ് ഈ ടെൻസുമായി ബന്ധപ്പെട്ട് ചോദിക്കില്ല. അപ്പൊ ഏതൊക്കെ ടൈം വേർഡ്? യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. ഇനി ഇൻ എഴുതി പാസ്റ്റ് ഇയർ, ഇൻ 1947, in 1992, in 2001. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എക്സാക്ട് ആയിട്ടുള്ള പാസ്റ്റ് ടൈമിൽ സംഭവിച്ച പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പാസ്റ്റ്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടൈമാണ്, ഇന്നലെ. എഗോ എന്ന് പറഞ്ഞാൽ മുൻപ്. ഇനി ഇൻ എഴുതി പാസ്റ്റ് ഇയർ എഴുതിയാൽ 1999. ഓക്കെ, പാസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഡേ എന്താ അർത്ഥം? ലാസ്റ്റ് ഡേ ഈ കഴിഞ്ഞ ദിവസം. ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച. ലാസ്റ്റ് നൈറ്റ് കഴിഞ്ഞ രാത്രി. ലാസ്റ്റ് മന്ത് കഴിഞ്ഞ വർഷം. ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം. അപ്പൊ ഇത്തരം എക്സാക്ട് പാസ്റ്റ് ടൈം തന്നാൽ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ആ ടെൻസിൽ നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ആ ടെൻസിൽ വരുന്ന ടൈം വേർഡ് പഠിച്ചു വയ്ക്കുക. ഈ ടൈം വേർഡ് വന്നാൽ ഈ ടെൻസ്, ഈ ടൈം വേർഡ് വന്നാൽ ഈ ടെൻസ്, ഈ ടൈം വേർഡ് വന്നാൽ അതാണ് എന്റെ ക്യാപ്സ്യൂൾ. ഓക്കെ ഓക്കെ, എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ പറയൂ. ഓക്കെ ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Whenever she has spare time, she enjoys dash television. That's the question. Whenever she has spare time, she enjoys television. Watching. എല്ലാവർക്കും വാച്ചിങ് കിട്ടി? എല്ലാവർക്കും വാച്ച് ആണോ എന്ന് ചോദിച്ചു. വാച്ചല്ല, വാച്ചിങ് ആണ്. വാച്ച് അല്ല, വാച്ചിങ് ആണ്. വാച്ചിങ്. ഓക്കെ, ആൻസർ കീ ബി വാച്ചിങ്. ഓക്കെ, എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ അവർക്കൊരു പ്രത്യേക സമ്മാനം. എൻജോയ്ക്ക് ശേഷം ഹാബിച്വൽ ആക്ഷൻ ആയതുകൊണ്ട് ING എങ്ങനെ വന്നു? ഹാബിച്വൽ ആക്ഷൻ ആണോ? എൻജോയ് വാച്ചിങ്, ടെലിവിഷൻ വാച്ച് ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷൻ ആണോ? നമ്മൾ എപ്പോഴും പിന്നെ അതാരാ പറഞ്ഞേ? ആളുടെ പേര് പറയൂ. വെരി ഗുഡ്. അതൊരു വളരെ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഒരാൾ പറഞ്ഞത്. ഇത് വളരെ പിന്നെ ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. എന്താന്ന് ചോദിച്ചാൽ ഇതിൽ അറിയേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻജോയ് എന്ന് പറയുന്ന ഒരു വെർബാണ്. അത് കഴിഞ്ഞ് അടുത്തൊരു വെർബ് ആണ്. ഒരു വെർബ് കഴിഞ്ഞ് വീണ്ടും ഒരു വെർബ് ആണ് നമുക്ക് ചോദിച്ചാൽ. എല്ലാവരും ശ്രദ്ധിക്കുക. എൻജോയ് ഇസ് എ വെർബ്. ഷീ എൻജോയ്സ് ഇസ് എ വെർബ്. Then options are another verb. Watch, watching, to watch, to watching. ഒരു വെർബ് കഴിഞ്ഞ് വീണ്ടും ഒരു വെർബ് കൂടെ വരിക. അപ്പൊ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ജെറണ്ട് എന്താണെന്ന് അറിയണം. ഈ വാച്ചിങ് എന്ന് പറയുന്ന ഒരു ജെറണ്ട് ഫോമാണ്. എന്താ ജെറണ്ട് എന്ന് പറഞ്ഞാൽ? വെർബിന്റെ ING ഫോമിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. സിംപിളി പറയാൻ ഇത്രയേ ഉള്ളൂ. എൻജോയ് കഴിഞ്ഞാൽ വെർബിന്റെ ING വരും. അതാണ് പഠിച്ചു വെക്കേണ്ടത്. എൻജോയ് എന്ന വെർബ് കഴിഞ്ഞാൽ വെർബിന്റെ ING, ഒരു വെർബ് വീണ്ടും അപ്ലൈ ചെയ്യാൻ ചോദിച്ചാൽ ആ വെർബിന്റെ ING ആഡ് ചെയ്യുക. ഇവിടെ വെർബിന്റെ ING എന്ന് വെറുതെ പറഞ്ഞിട്ട് പോയാൽ പോരാ. എന്താ വെർബിന്റെ ING എന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടി എത്രയും പറഞ്ഞത്. ഇതൊരു ജെറണ്ട് ഫോമാണ്. എന്താ ജെറണ്ട് എന്ന് പറഞ്ഞാൽ? വെർബൽ നൗൺ ഈസ് കോൾഡ് ജെറണ്ട്സ്. ഓക്കെ, വെർബൽ നൗൺ ഈസ് കോൾഡ് ജെറണ്ട്സ്. ഈ വെർബൽ നൗണ് നമ്മൾ എങ്ങനെയാണ് ഒരു വെർബിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ആ വെർബിനോട് ING ആഡ് ചെയ്യുന്നു. റീഡ് എന്ന് പറയുന്ന ഒരു വെർബാണ്. റീഡിനോട് ING ആഡ് ചെയ്യുമ്പോൾ റീഡിങ് ആവും. റീഡിങ് എന്ന് പറയുന്നത് ഒരു ജെറണ്ട് ആയിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയാണ് റീഡിങ് ജെറണ്ട് ആവുന്നത്? ഐ ലൈക്ക് റീഡിങ്. റീഡിങ് മീൻസ് വായന. ഞാൻ വായന ഇഷ്ടപ്പെടുന്നു. റീഡിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. റീഡിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. വായന ഒരു നല്ല ശീലമാണ്. ആ റീഡിങ്ങിന്റെ അർത്ഥം വായിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല. എല്ലാവരും മനസ്സിലാക്കുക. ആ ജെറണ്ടായിട്ട് വരുന്ന റീഡിങ്ങിന്റെ അർത്ഥം വായന എന്നാണ്. നമ്മൾ ആ പ്രവർത്തിക്ക് പറയുന്ന പേര്, റീഡ് ചെയ്യുന്ന പ്രവർത്തിക്ക് പറയുന്ന ആ പേരാണ് വായന. മലയാളത്തിൽ പറയുന്നു വായന. സോ മനസ്സിലാക്കുക. ലൈക്ക് സ്വിമ്മിങ്, ലൈക്ക് സ്മോക്കിംഗ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ശരിയല്ലേ?
സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതിന്റെ അർത്ഥം എന്താ? പുകവലി ആരോഗ്യത്തിന് ഹാനികരം. അവിടെ പുകവലി, സ്മോക്ക് എന്ന് പറയുന്ന വെർബിന്റെ ING ആണ്, സ്മോക്കിംഗ് അവിടെ ജെറണ്ട് ആണ്. അപ്പൊ വെർബിൽ നിന്നും ING ഫോം ചേർത്തുകൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വെർബൽ നൗണിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. സോ മനസ്സിലാക്കേണ്ട കാര്യം, എൻജോയ് എന്ന വെർബിന് ശേഷം ഒരു ജെറണ്ട് ഫോം ആണ്, വെർബിന്റെ ING ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇത് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റു കുറെ കാര്യങ്ങളുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഈ താഴെ കൊടുത്തിട്ടുള്ള മറ്റ് വെർബുകൾ എൻജോയ് പോലെ ഈ തരുന്ന അവോയ്ഡ്, കൺസിഡർ, കംപ്ലീറ്റ്, ഡിസ്ലൈക്ക്, എൻജോയ്, ഫിനിഷ്ഡ്, ഗിവ് അപ്പ്, പുട്ട് ഓഫ്, സജസ്റ്റ്, പ്രാക്ടീസ്, ഇത്രയും വെർബുകൾക്ക് ശേഷം ഇതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. ചിലപ്പോൾ എൻജോയ് ആയിരിക്കില്ല ചോദിക്കുന്നത്, ചിലപ്പോൾ ഗിവ് അപ്പ് ആയിരിക്കും. അവോയ്ഡ് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, കൺസിഡർ ചോദിച്ചിട്ടുണ്ട്, പുട്ട് ഓഫ് ചോദിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചോദിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം വെർബ് വീണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ വെർബിന്റെ ING ജെറണ്ട് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെ വെർബ് ഒന്ന് നോട്ട് ചെയ്യുക. അവോയ്ഡ്, കൺസിഡർ, കംപ്ലീറ്റ്, ഡിസ്ലൈക്ക്, എൻജോയ്, ഫിനിഷ്ഡ്, ഗിവ് അപ്പ്, പുട്ട് ഓഫ്, സജസ്റ്റ് ആൻഡ് പ്രാക്ടീസ്. ഈ വെർബുകളെ ഫോളോ ചെയ്ത് വെർബിന്റെ ING ജെറണ്ട് യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? എക്സാമിന് ചോദിക്കും, ഇനിയും ചോദിക്കും. അപ്പൊ ഒരു മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ജെറണ്ട് എന്താണെന്ന് മനസ്സിലായി. വെർബൽ നൗൺ ഈസ് കോൾഡ് ജെറണ്ട്. വെർബിനോട് ING ചേർത്തുകൊണ്ട് ജെറണ്ട് ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഓബ്ജക്റ്റ് ആയിട്ട് ജെറണ്ട് ആഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. യെസ്, ആ വേർഡുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. യെസ്, ആ വേർഡുകളൊന്ന് നോട്ട് ചെയ്തു. അവോയ്ഡ്, കൺസിഡർ, കംപ്ലീറ്റ്. ആരെങ്കിലും നോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അല്പം സ്പീഡപ്പ് ആയിട്ട് പേന ചെയ്തുണ്ടെങ്കിൽ സ്പീഡപ്പ് ആയിട്ട് നോട്ട്. അവോയ്ഡ്, കൺസിഡർ, കംപ്ലീറ്റ്, ഡിസ്ലൈക്ക്, എൻജോയ്, ഫിനിഷ്, ഗിവ് അപ്പ്, പുട്ട് ഓഫ്, സജസ്റ്റ്, പ്രാക്ടീസ് പ്ലസ് ജെറണ്ട് എന്ന് നോട്ട് ചെയ്താൽ മതി. വെർബ് പ്ലസ് ING. ഓക്കെ, അതാണ് അതിന്റെ പോയിന്റ്. അത് ആ പോയിന്റ് മാത്രം നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I do not like such friends dash come to me only for selfish purpose. Okay, I do not like such friends dash come to me only for selfish purposes. Okay, options. First option who, second option which, third option as, fourth option that. Who ആണോ സർ? Who. Yes. Yes. Okay. Who is the answer key? Yes, correct ആണ്. Okay. എന്താണ് ഇതിന്റെ കാരണം? അതിന്റെ റീസൺ എന്താണെന്ന് പറയാൻ പറ്റില്ല. മീനിങ് നോക്കുമ്പോ റിലേറ്റീവ് പ്രോനൗണിന് ഡാഷിന് ശേഷം വെർബ് വരുവാണെങ്കിൽ ഹു ആണ്. വെരി ഗുഡ്. അത് ആരാ പേരെന്താ? നിഖില രണ്ടൂന്നെണ്ണത്തിന് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ? അതെ സർ. അതെ നിഖില വെരി ഗുഡ്. നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. നിഖില പറയുമ്പോൾ ബാക്കിയുള്ളവരൊന്ന് ഫോളോ അപ്പ് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് റീസൺ പറയണം. നിങ്ങളിപ്പോ അതിൽ ഒരാൾ പറഞ്ഞൊരു ഇത് പറയുന്നത് അവിടെ കണ്ടിട്ട് എന്താ പറഞ്ഞത്, പിന്നെ വായിച്ചു നോക്കിയപ്പോ എന്തോ അർത്ഥം കണ്ടിട്ട് പോവാണെന്ന് തോന്നി. അങ്ങനെ പറഞ്ഞാൽ പോരാ. അതിനൊരു റീസൺ ഉണ്ട്. ഈ ക്വസ്റ്റ്യന് റീസൺ ഉണ്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് പിടികിട്ടിയാൽ മാത്രമേ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇവിടെ ഈ ഒരു സെന്റൻസ് മാറ്റി മറ്റൊരു സെന്റൻസ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ ഇത് മീനിങ് അല്ല, ഇത് മീനിങ്. ഹൂ എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഹൂ ഇസ് എ റിലേറ്റീവ് പ്രോനൗൺ. അപ്പോ ഒരു റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കുക. ഒരു നൗൺ, നമ്മളിവിടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു നൗൺ ആണ്. ആ നൗണിന് ശേഷം ആ നൗണിനെ റിലേറ്റ് ചെയ്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുക. ഹൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ വേർഡാ. ഈ ക്വസ്റ്റ്യൻ വേർഡ് ആ നൗണിനെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ വേർഡിന്റെ എഫക്റ്റ് അല്ല, പകരം അതൊരു പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർവനാമം, നാമത്തിന് പകരമായി ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഐ ഡു നോട്ട് ലൈക്ക് സച്ച് ഫ്രണ്ട്, ഞാൻ അത്തരം സുഹൃത്തുക്കളെ ഇഷ്ടപ്പെടുന്നില്ല. എത്ര സുഹൃത്തുക്കളെ? എന്റെ അടുത്തേക്ക് ആരാണോ വരുന്നത് ഫോർ സെൽഫിഷ് പർപ്പസ്, അതായത് സ്വാർത്ഥതയോടെ, അതായത് സ്വാർത്ഥ ലക്ഷ്യത്തോടെ എന്റെ അടുത്തേക്ക് വരുന്ന ഏതൊരുവനാണോ അങ്ങനെ ഒരു സുഹൃത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇത്തരം ഒരു അർത്ഥം വെച്ചിട്ട് അവിടെ ഹൂ അപ്ലൈ ചെയ്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ.
പക്ഷെ എന്താണ് അവിടെ ഹൂ വരാൻ കാരണം? ഇത്തരം ഒരു റീസൺ കൂടി നമ്മൾ അറിഞ്ഞാൽ ഇത്തരം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്കിവിടെ ഓപ്ഷനിൽ ഹൂമും ഹൂസും ഉണ്ടായിരുന്നെങ്കിലോ? നമുക്കവിടെ ഓപ്ഷനിൽ ഹൂമും ഹൂസും ഹൂസ് ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലോ? ഇവിടെ ഇപ്പൊ ഹൂ മാത്രമേ ഉള്ളൂ, ബാക്കി വിച്ചും ആസും ഓപ്ഷനൊക്കെ ഇച്ചിരി എളുപ്പമായതുകൊണ്ട് പലർക്ക് ഹൂവിലേക്ക് പോകാൻ പറ്റി. എന്നാൽ ഹൂവിനോട് അതുപോലെ വരുന്ന ഹൂമുണ്ട്, ഹൂസുണ്ട്. ഹൂമും ഹൂസും 3 പേഴ്സൺസിന് ഫോളോ ചെയ്ത് എഴുതുന്നതുമാണ്. അപ്പൊ അവിടെ പറഞ്ഞ ഒരു പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ നിഖില പറഞ്ഞൊരു പോയിന്റ്, ഫ്രണ്ട് എന്ന് പറയുന്ന നൗണിന് ശേഷം ഒരു ഡാഷ് കൊടുത്തു, അവിടെ റിലേറ്റീവ് പ്രോനൗൺ ഓപ്ഷനിൽ കൊടുത്തു, അതിനുശേഷം കം എന്ന് പറയുന്ന ഒരു വെർബാണ്. അപ്പൊ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു നൗൺ കൊടുത്തു, ഒരു ഡാഷ് ഇട്ടു, അവിടെ റിലേറ്റീവ് പ്രോനൗൺ നമുക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഈ ഡാഷിന് ശേഷം വെർബോ ഓക്സിലറി വെർബോ ആണെങ്കിൽ, നോട്ട് ചെയ്യേണ്ട കാര്യം ഇതാണ്, വെർബോ ഓക്സിലറി വെർബോ ആണെങ്കിൽ, ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് റിട്ടേൺ പോവുക. വെർബോ ഓക്സിലറി വെർബോ ആണെങ്കിൽ ഓക്കെ, അവിടെ മസ്റ്റ് ആയിട്ടും ഹൂ ആയിരിക്കും വരേണ്ടത്. അപ്പൊ കം എന്ന് പറയുന്ന വെർബാണ്. ഇതൊരു നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ കീയിലേക്ക് എത്താനുള്ള ഒരു ഹിന്റ് ആണ്. ആ ഹിന്റാണ് നിഖില പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ ഹിന്റ് നിങ്ങൾക്കും പഠിക്കാം. എന്താ ഹിന്റ് പഠിക്കേണ്ടത്? റിലേറ്റീവ് പ്രോനൗൺ ഹൂ അവിടെ ഓപ്ഷനിലുണ്ട്, വിച്ച് ഉണ്ട്, കണ്ടോ? അപ്പൊ ഏതൊക്കെയാ റിലേറ്റീവ് പ്രോനൗൺ എന്നൊന്ന് അറിയുക. ഹൂ, ഹൂമ്, ഹൂസ്, ദാറ്റ്, വിച്ച് എന്നിവ റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഇത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡാഷിന് ശേഷം ഒരു വെർബോ ഓക്സിലറി വെർബ് ഏതൊക്കെയാണ്? ഈ സാമാർ, വാസ്, വെയർ, ഹാസ്, ഹാവ് പോലുള്ള ഓക്സിലറി വെർബ് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും വെർബ് വരാം. വെർബോ ഓക്സിലറി വെർബോ വന്നാൽ അവിടെ ഹൂവേ വരുള്ളൂ, ഹൂമോ ഹൂസോ ഒന്നും വരില്ല. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ സർ. അപ്പോ ആരാണ് എന്നാണ് അതിന്റെ അർത്ഥം കൂടി വരുന്നത്. ഹൂ ആരാണോ എന്റെ അടുത്തേക്ക് വരുന്നത് സെൽഫിഷ് പർപ്പസ് ആയിട്ട്, അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആര് എന്നാണ് ഹൂവിന്റെ അർത്ഥം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി? ക്വസ്റ്റ്യൻ മനസ്സിലായി? ഇനി ഇതിൽ നോട്ട് ചെയ്യേണ്ട അഡീഷണൽ ആയ 2 കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നു. നിങ്ങൾ ആ ഹൂമ്, ഹൂസ് എന്നീ റിലേറ്റീവ് പ്രോനൗൺ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് ഈ ഹൂം വരുന്നത്, എവിടെയാണ് ഹൂസ് വരുന്നത് എന്നാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. നോട്ട് ചെയ്ത് നോക്കാം. ഹൂമിന്റെ അർത്ഥം ആരേ എന്നാണ്. ആരേ. എന്നാൽ ഹൂസിന്റെ അർത്ഥമാണെങ്കിൽ ആരുടെ എന്നാണ്. ഹൂസിന്റെ അർത്ഥം ആരുടെ, ഹൂമിന്റെ അർത്ഥം ആരേ. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടി നോട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ, ഐ ലൈക്ക് മനോജ്. ഐ ലൈക്ക് മനോജ്. I like Manoj, whom I was waiting. Whom I was waiting. Whom I was waiting. Whom I was waiting. എല്ലാവർക്കും കേൾക്കാലോ? Whom I was waiting. Okay. ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ഐ ലൈക്ക് മനോജ് ഡാഷ് ഐ വാസ് വെയിറ്റിംഗ് എന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് ഹൂ, ഹൂം, ഹൂസ് ഓപ്ഷനിൽ ഇട്ടാൽ നമ്മൾ ഇവിടെ ഹൂ അപ്ലൈ ചെയ്യുമോ, ഹൂം അപ്ലൈ ചെയ്യുമോ, ഹൂസ് അപ്ലൈ ചെയ്യുമോ? ഇവിടെ അർത്ഥം വെച്ചിട്ട് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ആരെ, ആരുടെ, ആര്. ഞാൻ മനോജിനെ ഇഷ്ടപ്പെടുന്നു. ആരെയാണോ ഞാൻ കാത്തിരിക്കുകയായിരുന്നത് ആ മനോജിനെ ഇഷ്ടപ്പെടുന്നു. ആരെയാണോ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നത് ആ മനോജിനെയാണ് ഞാൻ ലൈക്ക് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് മനോജിനെ ഞാൻ ലൈക്ക് ചെയ്യുന്നു, ഞാൻ അയാളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ദാറ്റ്സ് എ മീനിങ്. ഇനി മറ്റൊരു പോയിന്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹൂം സാധാരണഗതിയിൽ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ആ ഹൂം അപ്ലൈ ചെയ്യുന്ന ഒരു ഡാഷ് ഉണ്ടല്ലോ, ആ ഡാഷിന് ശേഷം കൊടുത്തിരിക്കുന്നത് ഒരു പ്രോനൗൺ ആയിരിക്കും. അപ്പോ ഇവിടെ ഐ ഒരു പ്രോനൗൺ ആണ്, കണ്ടോ? അവിടെ ഒരു പ്രോനൗൺ ആണ് ഫോളോ ചെയ്ത് വന്നിരിക്കുന്നതെങ്കിൽ ആ ഡാഷിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഹൂം അപ്ലൈ ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞത് ഹൂവിന്റെ കേസിൽ വെർബ് ആണ് ഫോളോ ചെയ്യുന്നത് അല്ലെ? അതുപോലെ ഹൂമിന്റെ കേസിൽ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും?
പ്രോനൗൺ ആയിരിക്കും. എല്ലാവർക്കും മനസ്സിലായോ? ഐ ഈസ് എ പ്രോനൗൺ. ഞാൻ അതിനാണ് ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നത്, സെന്റൻസ് തന്നത്. എല്ലാവരും ഒന്ന് ആൻസർ റിപ്ലൈ ചെയ്യുക. ഓക്കെ Okay, sir. ഓക്കെ, അതായത് ഓക്കെ. അപ്പൊ ഹൂം വരുന്നത് എവിടെയാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ ഡാഷിന് ശേഷം വരുന്നത് എന്താണെങ്കിൽ ഒരു പ്രോനൗൺ ആണെങ്കിൽ. ഓക്കെ, പ്രോനൗൺ ഏതൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ പോലുള്ള പ്രോനൗൺ. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ എല്ലാവർക്കും അറിയാലോ, പ്രോനൗൺ അറിയാലോ, സർവനാമങ്ങൾ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഹൂസ് എവിടെയാ വരുന്നതെന്ന് നോക്കാം. ഹൂസിന്റെ അർത്ഥം ആരുടെ എന്നാണ്. ഹൂസിന്റെ അർത്ഥം ആരുടെ. റിലേറ്റീവ് പ്രോനൗൺ ഹൂസ് ആരുടെ എന്നാണ് അർത്ഥം. ഇതേ സെന്റൻസ് ഐ ലൈക്ക് മനോജ് തന്നെ നമുക്ക് ഹൂസ് അപ്ലൈ ചെയ്യുന്ന മറ്റൊരു സെന്റൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ ഞാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യണം, ഇത്രയും നോട്ട് ചെയ്യുക. ഐ ലൈക്ക് മനോജ് ഹൂസ് ഹൗസ് ഈസ് നിയർ ടു മീ. Whose house is near to me? Whose house is near to me? I like Manoj. Whose house is near to me? Okay. അപ്പോ ഇതിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അവിടെ ഹൂസിന്റെ അവിടെ ഡാഷ് ഉണ്ടാകുന്നു. ഐ ലൈക്ക് മനോജ് ഡാഷ് ഹൗസ് ഈസ് നിയർ ടു മീ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് ആ ഹൂസിൽ നിന്നും ഇവിടെ ഹൂസ് അപ്ലൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ ഡാഷിന് ശേഷം വന്നിരിക്കുന്ന ഹൗസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹൗസ് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, ഒരു നാമമാണ്. അപ്പൊ ഒരു നൗൺ ആണെങ്കിൽ അതിന് മുൻപ് ഹൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ 3 കാര്യങ്ങൾ നമുക്ക് അവിടെ പിടികിട്ടി. വെർബോ ഓക്സിലറി വെർബോ ആണെങ്കിൽ റിലേറ്റീവ് പ്രോനൗൺ ഹൂ വരുന്നു. പ്രോനൗൺ ആണെങ്കിൽ ഹൂം വരുന്നു. നൗൺ ആണെങ്കിൽ ഹൂസ് വരുന്നു. ഓക്കെ അല്ലേ? ഒരു മാർക്ക് ഉറപ്പായി. എല്ലാവരും ഹാപ്പിയാണോ? ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതാണ് ഇതിന്റെ ഒരു ടെക്നിക്ക്. ഇതാണ് ഒറ്റ കാര്യമുള്ളൂ. ഡാഷിന് ശേഷം നൗൺ വന്നാൽ ഹൂസ്, ഡാഷിന് ശേഷം ചേർന്ന് പ്രോനൗൺ വന്നാൽ ഹൂം, ഡാഷിന് ശേഷം വെർബോ ഓക്സിലറി വെർബോ വന്നാൽ ഹൂ. ഈ 3 കാര്യം നോട്ട് ചെയ്യുക. ഇനി വേറൊരു കാര്യം, ഈ ഡാഷിന് മുൻപ് എന്തായിരിക്കണം? ഒരു വ്യക്തി ആയിരിക്കണം, ഒരു പേഴ്സൺ ആയിരിക്കണം, ഒരു പേഴ്സണിനെ ആയിരിക്കണം സൂചിപ്പിക്കേണ്ടത്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അതിൽ കൊടുത്തിരിക്കുന്നത് ദാറ്റും വിച്ചും നമ്മൾ വരുന്നത് ഓബ്ജക്ട്സിന് ശേഷമാണ്. ദാറ്റും വിച്ചും റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കേണ്ടത് ഒന്ന് ഓബ്ജക്റ്റ് വസ്തുക്കൾ, then matter വസ്തുതകൾ. ഓബ്ജക്റ്റ് ആൻഡ് മാറ്റർ, വസ്തുക്കളോ വസ്തുതകളോ വന്നാൽ നമുക്ക് ദാറ്റോ വിച്ചോ അപ്ലൈ ചെയ്യാം. ഇതിൽ മെയിൻ കൺഫ്യൂഷൻ വരുന്നത് ഹൂം ഹൂസിന്റെ കേസിലാണ് നമുക്ക് എക്സാമിന് സാധാരണഗതിയിൽ ചോദിക്കുന്നത്. അവിടെ ഹൂം ഹൂസ് ഓപ്ഷനിൽ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഹൂം ആണോ ഹൂസ് ആണോ, അതുപോലെ ഹൂം ആണോ ഹൂസ് ആണോ ഹൂ ആണോ, ഡൗട്ട് ആണ്. അവിടെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. വെർബ് ഓർ ഓക്സിലറി വെർബ് ഫോളോ ചെയ്യുന്നു, ഡാഷിന് ശേഷം ഹൂ ആണ്. പ്രോനൗൺ ഫോളോ ചെയ്യുന്നു, ഹൂം ആണ്. നൗൺ ഫോളോ ചെയ്യുന്നു, ഹൂസ് ആണ്. നോട്ട് ചെയ്തോ? ദാറ്റ്സ് ഓൾ. ഓക്കെ Okay, sir. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹലോ സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? ഓക്കെ, ഒരു എക്സെപ്ഷണൽ കേസ് ആയിരിക്കും മിക്കവാറും വരട്ടെ. സാർ, ഇപ്പോ പേഴ്സൺ ആണല്ലോ സാർ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ പേഴ്സൺ അല്ലാണ്ട് അനിമൽസ്, കൺട്രീസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഹൂസ് അല്ലേ യൂസ് ചെയ്യേണ്ടത്? അനിമൽസ് വരികയാണെങ്കിൽ ഹൂസ് അല്ലേന്നോ? കൺട്രീസ് അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൂസ് ആണോ? കൺട്രീസ് അല്ല, അല്ലല്ല. അതായത് ഈ ഹൂസ് ഇയാൾ ചോദിച്ചാൽ ഹൂ ആണോ ഹൂസ് ആണോ എന്നാണ് ഒന്നുകൂടെ ക്ലിയർ ചെയ്ത്. ഹൂ ആണോ ഹൂസ് ആണ്. ഹൂസ് നമ്മുടെ ആരുടെ എന്ന അർത്ഥത്തിലാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഹൂസ് ആരുടെ. നമുക്കിപ്പോ ആനിമൽസിനോട് നോർമലി ആരുടെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമോ ആരെങ്കിലും? ഇല്ല. അനിമൽസിനോട് ഫോളോ ചെയ്യേണ്ടത് ഒന്നുകിൽ വിച്ച് ആയിരിക്കും, ഇനി ജീവനില്ലാത്ത ഘടകങ്ങൾ, നമ്മൾ തിങ്സ് എന്ന് പറഞ്ഞത്.
അപ്പൊ അനിമൽസിനോടും തിങ്സിനോടും നമ്മൾ ഉപയോഗിക്കുന്നത് വിച്ച് ആണ് നോർമലി. പിന്നെ മാറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത് ദാറ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡാഷ് അനിമൽ എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാനൊരു ഒരു ക്വസ്റ്റ്യൻ പറയാം. ദിസ് ഈസ് അരുൺ ഹൂസ് അനിമൽ. ഇങ്ങനെയാണോ ഇയാൾ ഉദ്ദേശിച്ചത്? അനിമൽ ആദ്യം വന്നാൽ എന്നാണോ ഉദ്ദേശിച്ചത്? ദിസ് ഈസ് അരുൺ ഹൂസ് അനിമൽ. അങ്ങനെയാണ് സാർ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, യെസ്, എനിക്ക് മനസ്സിലായി. അപ്പോ അത് അനിമൽ എന്ന് വന്നാൽ, അതായത് ഡാഷിന് ശേഷം അനിമൽ എന്ന് വന്നാൽ അനിമൽ ഈസ് എ നൗൺ അല്ലേ? അപ്പൊ എനി നൗൺ, ഏതൊരു നൗൺ വന്നാലും ഹൂസ് അപ്ലൈ ചെയ്യാം. അനിമൽ ഈസ് ഓൾസോ എ നൗൺ. ഞാൻ പറഞ്ഞ കാര്യം അതല്ല, ഡാഷിന് മുൻപുള്ള കാര്യം. ഡാഷിന് മുൻപ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? ഫ്രണ്ട് ആണ്. സച്ച് എ ഫ്രണ്ട്. ഫ്രണ്ട് ഈസ് എ പേഴ്സൺ. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Write the correct verb of the following sentence in the brackets. Okay, correct verb apply ചെയ്യാനാണ്. ടെൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. They just complete the work on question. Are just completing, have just completed, complete, have just completing. B ആണോ സർ? എല്ലാത്തിലും ഒരു ജസ്റ്റ് ഉണ്ടല്ലേ? Yes, have just completed ആണ് ആൻസർ. Have just completed ആണ് ആൻസർ. ബി ആണ് ആൻസർ. ഇനി ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് ബി ആൻസർ കിട്ടിയത്? അതിന്റെ റീസൺ ഒന്ന് പറയാമോ? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അവിടെ ആൻസർ വരാൻ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കിട്ടിയ ക്ലൂ എന്താണ്? വെരി ഗുഡ്. എല്ലാവരും പഠിച്ചു നോക്കും. നല്ല കാര്യം. ജസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈം വേർഡ് നമുക്ക് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ജസ്റ്റ് എന്ന് പറയുന്ന ടൈം വേർഡ് ആണ് നമ്മുടെ അവിടെ ആൻസർ കീയിലേക്ക് എത്തിയത്. അപ്പൊ ഈ കാര്യം അറിയില്ലാത്തവർ എല്ലാവരും നോട്ട് ചെയ്യുക. ജസ്റ്റ് ഈസ് എ ടൈം വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി നമുക്ക് നോക്കാം, അവിടെ സ്ക്രീനിലേക്ക് നോക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസില് അതിന്റെ സ്ട്രക്ചർ എന്താ നോക്കുക. പ്രസന്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ ഇതാണ്. സ്ക്രീനിലേക്ക് നോക്കുക. ഹാസ് ഓർ ഹാവ്. ശ്യാം സർ, ഹാസ് ഓർ ഹാവ് പ്ലസ് V3. യെസ്. അതിന്റെ ടൈം വേർഡുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ജസ്റ്റ്, യെറ്റ്, എവർ, നെവർ. ജസ്റ്റ്, യെറ്റ്, എവർ, നെവർ. ഓൾറെഡി, റീസെന്റ്ലി, സോ ഫാർ. അപ്പൊ ജസ്റ്റ് എന്ന ടൈം വേർഡ്, ഒരു ടൈം വേർഡ് വന്നാൽ, യെറ്റ് എന്ന ടൈം വേർഡ് വന്നാൽ, നെവർ എന്ന ടൈം വേർഡ് വന്നാൽ, എവർ എന്ന ടൈം വേർഡ് വന്നാൽ, ഓൾറെഡി എന്ന ടൈം വേർഡ് വന്നാൽ, റീസെന്റ്ലി എന്ന ടൈം വേർഡ് വന്നാൽ, സോ ഫാർ എന്ന ടൈം വേർഡ് വന്നാൽ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അപ്ലൈ ചെയ്യുക. ഹാസ് ഓർ ഹാവ് V3 അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ അർത്ഥം എന്താ? ഞാൻ ഇപ്പൊ ഈ വർക്ക് ഇപ്പൊ പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ. ഞാനല്ല ഇവിടെ സബ്ജക്ട് അവർ ഈ വർക്ക് ഇപ്പൊ ഇവിടെ പൂർത്തിയാക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ ദേ ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് ദ വർക്ക്. ദാറ്റ്സ് മീനിങ്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ എന്താ മീനിങ്, എന്താ അർത്ഥം, എന്താ യൂസേജ്, എന്താ? ഒരു പ്രവൃത്തി ഇപ്പോ ഇവിടെ പൂർത്തിയാക്കിയിട്ട് വളരെ കുറച്ച് ടൈം ആയിട്ടേ ഉള്ളൂ. അതായത് പാസ്റ്റിൽ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്, അതിന് പ്രസന്റ് റിലവൻസ് കൊടുക്കുന്നു എങ്കിലാണ് പ്രസന്റ് പെർഫെക്റ്റ്. ഒരു ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓൾറെഡി ഒരു പ്രവൃത്തി കഴിഞ്ഞു, അതിന് പ്രസന്റ് റിലവൻസ് ഉണ്ടാവണം. അവര് വർക്ക് ഓൾറെഡി പൂർത്തിയാക്കി കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ പറയും, ഞാൻ ഇപ്പോ ആഹാരം കഴിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ആ സിനിമ രണ്ട് ദിവസം മുമ്പ് കണ്ടതാണ്, ഞാൻ ഇപ്പൊ കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ പറയും. അങ്ങനെ പറയാറില്ലേ? നിങ്ങളോട് ഒരാളും ചോദിക്കാണ്, നിങ്ങൾ സിനിമയ്ക്ക് വരുന്നുണ്ടോ? അപ്പൊ ഞാൻ പറയുന്നു, ഐ ഹാവ് ഓൾറെഡി വാച്ച്ഡ് ദ മൂവി നമ്മൾ പറയാണ്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഞാൻ ആ സിനിമ കണ്ടത് ഇപ്പോ അല്ല, ഇന്നലെയാ കണ്ടത്. പക്ഷെ അതിന് പ്രസന്റ് റിലവൻസ് കൊടുത്തു. അയാൾ ചോദിച്ചപ്പോ, നിങ്ങൾ സിനിമയ്ക്ക് വരുന്നുണ്ടോ? ഒരാൾ ചോദിച്ചു, ഐ ഹാവ് ജസ്റ്റ് വാച്ച്ഡ് ഇറ്റ്. അതിന്റെ മീനിങ് എന്താ? ഓൾറെഡി നിങ്ങൾ ആ സിനിമ കണ്ട ഇന്നലെ ആകാം, ചിലപ്പോൾ മെനങ്ങാന്നാകാം, ചില ഒരാഴ്ച മുമ്പ് ആകാം. പക്ഷെ ആ സിനിമ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ സിനിമ കാണാൻ വരുന്നുണ്ടോ എന്ന ആ ചോദ്യത്തിന് അകത്ത് അതിന് പ്രസന്റ് റിലവൻസ് വന്നു.
അപ്പൊ നിങ്ങൾ ഓർത്തു ആ സിനിമ ഓൾറെഡി ഞാൻ കണ്ടതാണ്. ഇത്തരം ഒരു സിറ്റുവേഷനിലാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത്. പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യത്തിന് പ്രസന്റ് റെലവൻസ് കൊടുക്കുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രസന്റ് ടൈമിൽ ഇപ്പോ ജസ്റ്റ് കംപ്ലീറ്റഡ് ആയ പ്രവൃത്തിക്കും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. രണ്ട് കാര്യങ്ങളാണ്. ഓൾറെഡി കഴിഞ്ഞ കാര്യത്തിന് പ്രസന്റ് റെലവൻസ് വരുമ്പോൾ ഉപയോഗിക്കാം. മറ്റൊന്ന് ഇപ്പോ ജസ്റ്റ് കംപ്ലീറ്റഡ് ആയ പ്രവൃത്തിയെയും സൂചിപ്പിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ജസ്റ്റ് എന്ന വേർഡ് കണ്ടാൽ, എവർ എന്ന വേർഡ് കണ്ടാൽ, ഹാവ് യു എവർ മെറ്റ് മോഹൻലാൽ? ഹാവ് യു എവർ മെറ്റ് മോഹൻലാൽ? ഹാവ് യു എവർ മെറ്റ്? നിങ്ങൾ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? യെസ്, ഐ ഹാവ് ജസ്റ്റ് മെറ്റ്. ഞാൻ ഇതാ ഇപ്പൊ കണ്ടിട്ടുണ്ട്. ഐ ഹാവ് ഓൾറെഡി മെറ്റ്. ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് എന്താ അതിന്റെ എഫക്ട് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഈ ടൈം വേർഡ് ഓർമ്മിച്ചാൽ മതി. ജസ്റ്റ് എറ്റ്, എവർ, നെവർ, ഓൾറെഡി, റീസെന്റ്, സോ ഫാർ വന്നാൽ ഹാസ് ഓർ ഹാവ് V3 അപ്ലൈ ചെയ്യുക. പ്രസന്റ് പെർഫെക്റ്റ് V3 ഫോം മറക്കരുത്. V2 അല്ല V3. ഹാസ് ഹാവ് കഴിഞ്ഞ് ഒരിക്കലും V2 വരില്ല. ഹാസ് ഹാവ് കഴിഞ്ഞ് V3 വരുള്ളൂ. എപ്പോഴും ഓപ്ഷനിൽ നോക്കിക്കൊള്ളണം. ചിലപ്പോ V2ഉം V3യും കൊടുത്തിരിക്കും. അതിൽ V2 ഏത് V3 ഏതെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാവും. V2 അല്ല. ചിലപ്പോ ഹാവ് കൊടുത്തിട്ട് ശ്രദ്ധിക്കുക, ഹാവ് വെന്റ് എന്ന് കൊടുക്കും, ഹാവ് ഗോൺ എന്ന് കൊടുക്കും. കണ്ടോ? അപ്പൊ ഹാവിൽ ചാടിക്കേറി വീഴരുത്. ഹാവ് പ്ലസ് V3 ആണോ എന്ന് കൺഫേം ചെയ്യുക. V2 അല്ല V3. ഓക്കെ ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Write the correct verb of the following sentence in the brackets. If I had money dash. If clause ആണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടീഷൻ ക്ലോസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് നമ്മുടെ ഇവിടെ മിക്കവാറും ഒക്കെ കണ്ടീഷൻ ക്ലോസ് എന്താണ്? നോക്കാം, ഓപ്ഷൻസ് നോക്കാം. I would buy a car. I will buy a car. I would have bought a car. None of this. C ആണോ ആൻസർ കീ എന്ന് പറഞ്ഞു ചോദിച്ചു. ഓപ്ഷൻ ഓപ്ഷൻ എ പറഞ്ഞ ആളാരാണ്? അത് ആരാണ് എന്ന് പറയൂ. പേരെന്താണ്? അഭിജിത്ത്. വെരി ഗുഡ് അഭിജിത്ത്, വെരി ഗുഡ്. അഭിജിത്തിന്റെ സ്ഥലം എവിടെയാ? എന്റെ ഇവിടെ എറണാകുളം. ഓക്കെ. അപ്പൊ അഭിജിത്ത് അഭിജിത്ത് പറഞ്ഞത് കറക്റ്റ് ആണ്. പലരും സി ഓപ്ഷനിലേക്ക് കൂടുതൽ കാൻഡിഡേറ്റും പോയി. കാരണം അവിടെ കിടക്കുന്ന ഹാർഡാണ്. അതായത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കിയ ഒരു സാധനമാണ് ഹാർഡ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ഈ സി ആൻസർക്ക് പറഞ്ഞവരെല്ലാവരും ഈ ഒരു കണ്ടീഷൻ ക്ലാസ് പഠിച്ചവരാണ് സിയിലേക്ക് പോയത്. ഷുവർ അല്ലേ? ഷുവർ ആണോ? അതായത് ഹാർഡ്, വെരി ഗുഡ്. അതായത് ഇതൊരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താ കാരണം? ഈ ആത്മഹത്യക്ക് കാരണം നമ്മൾ പഠിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹാഡ് പ്ലസ് V3 വന്നാൽ, അതായത് ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വന്നാൽ വുഡ് ഹാവ് വരണം എന്ന് പഠിച്ചു വെച്ചവരാണ് ഇവിടെ സി ആൻസർ കീയിലേക്ക് പോയത്. ശരിയല്ലേ? അതെ. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹാഡ് കഴിഞ്ഞ് V3 കൊടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹാഡ് മാത്രം വന്നാൽ അവിടെ ഹാഡ് ഓക്സിലറി വെർബ് അല്ല, ഹാഡ് ഈസ് എ മെയിൻ വെർബ്. അവിടെ ഒരാൾ പറഞ്ഞു ഹാഡ് മെയിൻ വെർബ് ആണെന്ന് അവിടെ കാണാൻ മറന്നുപോയി. അങ്ങനെ മറന്നുപോയാൽ ഇവിടെ നമുക്ക് അതിന് മറ്റു പരിഹാരമില്ല, ഒരു മാർക്ക് പോയി എന്നുള്ളതാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് നോക്കുക. ഹാഡിനെ ഫോളോ ചെയ്തൊരു V3 ഉണ്ടോ? വെർബിന്റെ തേർഡ് ഫോം ഉണ്ടോ? ഇല്ല. ഐ ഹാഡ് മണി. സോ ഹാഡ് അവിടെ മെയിൻ വെർബാണ്. എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? ഞാൻ ഒരു കാർ വാങ്ങിയേനെ എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. ഓക്കെ. അപ്പൊ ഹാഡ് എന്ന് പറയുന്നത്, ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഹാഡ് എന്ന് പറയുന്നത് ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ആണ്. ഓക്കെ, ഹാസിന്റെ ഹാവിന്റെ പാസ്റ്റ് ആണ്. ഓക്കെ. അപ്പോ V2 ഫോം ആണ് അവിടെ ഹാഡ് യഥാർത്ഥത്തിൽ. V2 അതായത് സബ്ജക്റ്റിന് ശേഷം V2 പാസ്റ്റ് വന്നാൽ നമുക്ക് മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 അപ്ലൈ ചെയ്യുക. വുഡ് ബൈ നോട്ട് ചെയ്തോ? വുഡ് ബൈ. അപ്പോ ഇഫ് ക്ലോസിൽ V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ബൈ. സ്ക്രീനിലേക്ക് നോക്കുക. അതിന്റെ ആൻസർ കീ എന്താണ് എന്നുള്ളത്
നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, മനസ്സിലാവും. അവിടെ ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസിൽ ബാക്കി പോയിന്റ് ഒന്ന് പ്ലേ ചെയ്യുക. ഹലോ, ഓക്കെ ശ്യാം സാർ, ഓക്കെ. ശ്യാം സാർ, ഓക്കെ. ഒന്ന് നോട്ട് ചെയ്യുക. ഇഫ് പ്ലസ്, ഇതാണ് നോട്ട് ചെയ്യേണ്ടത്. ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V2, if plus subject plus V2, if clause il subject ni shesham V2 vannal, okay, main clause il subject plus would or should or might or would or should or could or might, naal auxiliary ormikka would, should, could, might plus V1. Yes, ഇതാ എല്ലാവരും സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ടെക്നിക്കലി ഒരു സ്ലോ വന്നാണ്, നോക്കുക. ഇഫ് പ്ലസ് സബ്ജക്ട് പ്ലസ് V2 സിമ്പിൾ പാസ്റ്റ് ഇഫ് ക്ലോസിൽ വന്നാൽ മെയിൻ ക്ലോസിൽ എങ്ങനെ വരണം? സബ്ജക്ട് ശേഷം വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ എഴുതി V1 വരണം. ഓക്കെ, എല്ലാവരും അത് ആണ് നോട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഹാഡിനെ പാസ്റ്റ് ആയിട്ട് എടുക്കാത്തതാണ് പലരും സി ഓപ്ഷനിലേക്ക് പോയത്. എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും നോട്ട് ചെയ്തോ? അതായത് ഇഫ് ക്ലോസിൽ പാസ്റ്റ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് വരണം. ഇതിൽ 4 ഓപ്ഷനിലെയും ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുള്ളൂ. ഒന്നുകിൽ വുഡ്, അല്ലെങ്കിൽ ഷുഡ്, അല്ലെങ്കിൽ കുഡ്, അല്ലെങ്കിൽ മൈറ്റ്. ഇതിൽ ഏത് വന്നാലും വെർബിന് മാറ്റമില്ല. വെർബിന്റെ ബേസ് ഫോം, റൂട്ട് ഫോം. ഇവിടെ ബൈ കണ്ടോ? വുഡ് ബൈ, ഐ വുഡ് ബൈ എ കാർ. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവിടെ ഇതേ സാധനം നോട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യം, ഹാഡിന് പകരം അവിടെ if I have money എന്നായിരുന്നെങ്കിൽ ഇതിന്റെ ആൻസർക്ക് എന്ത് വരും? if I have money, I will buy a car. yes, very good. B ഓപ്ഷൻ വരും, I will buy a car. അപ്പോൾ പ്രസന്റ് വന്നാൽ I will buy a car ആൻസർ വരും. എല്ലാവരും ശ്രദ്ധിക്കുക. if I have money എന്നായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ, ഹാഡിന് പകരം have ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ B ആൻസർ കീ എടുക്കും, I will buy. കാരണം എന്താ? പ്രസന്റ് ടെൻസ് ആണ്. ഇഫ് ക്ലോസിൽ വന്നാൽ സബ്ജക്ട് ശേഷം will or shall അപ്ലൈ ചെയ്യണം. will or shall. have പ്രസന്റ് ആണ്. പാസ്റ്റ് ടെൻസ് വന്നാൽ വുഡ് ഓർ ഷുഡ് അപ്ലൈ ചെയ്യണം. അപ്പൊ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ബാക്കി എല്ലാവരും ഉറങ്ങുകയാണോ? അനക്കൊന്നുമില്ല. ഓക്കെ, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഓക്കെ. ക്ലാസ്സുകൾ ഇൻട്രസ്റ്റിംഗ് ആണോ ബോറിംഗ് ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. ഓക്കെ, നിങ്ങളുടെ റെസ്പോണ്ട് കിട്ടിയാൽ എനിക്കുള്ളൊരു എനർജി ആവും, അതാണ്. ഓക്കെ, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്താൽ സാറ് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷനാണ്. അതെ, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഓരോ സംഗതികൾ വന്നാലേ എനിക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അതാണ് എന്റെ സംഭവം. ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സാർ പറയുന്നത്. ഞങ്ങൾ ഓക്കെയാണ് സാർ, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എഴുതേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വരുന്ന പോയിന്റ് ഓഫ് വ്യൂ, അതായത് നമുക്കുള്ള ക്യാപ്സ്യൂൾ മാത്രം എഴുതിയെടുക്കുക. ബാക്കി നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിൽ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതി. ആ തരുന്ന ഗുളിക മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് ക്ലോസിൽ സബ്ജക്ട് പ്ലസ് V2 വന്നാൽ സബ്ജക്ട് പ്ലസ് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1. ദാറ്റ്സ് ഓൾ. അതാണ് എന്റെ സംഗതി. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക. അതാണ് ചെയ്യേണ്ടത്. മാക്സിമം എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നമ്മൾ എഴുതേണ്ട പോയിന്റ് മാത്രം നോട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിന്ന് മറ്റു ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവും. ഞാൻ കൂടുതൽ ഇത് ചെയ്യും. അപ്പൊ നിങ്ങളിത് ഓക്കെ ആണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പോകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എനിക്ക് ഇത് കൂടെ തുറന്നിട് സാധനം. In which part of this sentence is incorrect? Okay, in which part of the sentence is incorrect? ഈ സെന്റൻസിൽ ഏത് ഭാഗം? ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യനിൽ വേറെ ഒന്നുമില്ല. അല്ല അതങ്ങ് ഒഴിവാക്കി. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഇസ് ഇൻകറക്റ്റ് എന്നുള്ളതല്ല, അത് ഓപ്ഷൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
യെസ്, വുഡ് യു മൈൻഡിന് ശേഷമുള്ള ആൻസർ കീ ഫില്ല് ചെയ്താൽ മതി. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് അതിൽ ഇൻ വിച്ച് പാർട്ട് അത് ഓക്കെ അതങ്ങോട്ടേക്ക് ആൻസർ കീ ഓപ്പണിംഗ് ആൻസർ ചെയ്യാൻ നോക്കുക. ഓപ്പണിംഗ് ഒന്നതിന്റെ കാരണം എന്താണെന്ന് കൂടെ പറയാൻ ശ്രമിക്കുക. ഞാനിത് ക്ലാസ്സിൽ നിങ്ങൾക്ക് വെരി ഗുഡ്. വുഡ് യു മൈൻഡിന് ശേഷം വെർബിന്റെ ING ഫോം വരും. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, വുഡ് എന്ന് പറയുന്ന ഒരു മോഡൽ ഓക്സിലറി ആണ്. ഞാൻ നേരത്തെ ഒരു കാര്യത്തിൽ പറഞ്ഞതാണ്, വുഡ് ഒരു മോഡൽ ഓക്സിലറി വരുന്നിടത്ത് സാധാരണഗതിയിൽ V1 ഫോമിലേ വരാൻ പാടുള്ളൂ അല്ലേ? നേരത്തെ വില്ല് വന്നപ്പോ V1 വന്നു. തൊട്ട് മുമ്പ് നമ്മളിപ്പോ മോഡൽ ഓക്സിലറി വെച്ചിട്ട് ഇഫ് ക്ലോസിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു, കണ്ടോ? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എന്ന് നോട്ട് ചെയ്തു. പിന്നെ ഇവിടെ എങ്ങനെയാണ് വുഡ് വന്നിട്ട് ING വന്നത്? അപ്പൊ അതവിടെ ഒരു കൺഫ്യൂഷൻ അല്ലേ? ആർക്കെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ഡൗട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഡൗട്ട് തോന്നുന്നുണ്ടോ? പ്ലീസ് റെസ്പോണ്ട്. പറഞ്ഞ മനസ്സിലാവാതെ ഉണ്ടോ? തൊട്ട് മുൻപത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇഫ് ക്ലോസിൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എന്ന് നോട്ട് ചെയ്ത് വെച്ചില്ലേ? അതേ വുഡ് തന്നെയല്ലേ ഇവിടെ വന്നത്? ആ വുഡിന് ശേഷം പിന്നെ എങ്ങനെ ING വന്നു എന്ന് പറയൂ. വെരി ഗുഡ്. അവിടെ മൈൻഡ് നമ്മൾ ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ നേരത്തെ ആ കാര്യം പഠിച്ചൊരു ഉദ്യോഗാർത്ഥി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വുഡിന് ശേഷം V1 അപ്ലൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒറ്റ കാര്യം മൈൻഡ് ആണ്. അപ്പൊ വുഡ് മാത്രം വന്നാൽ നമുക്ക് ബേസ് ഫോം V1 ഫോം വരാം. പക്ഷേ വുഡിനെ ഫോളോ ചെയ്തൊരു മൈൻഡ് കൂടി ഉണ്ടെങ്കിൽ, വുഡ് യു മൈൻഡ് ഉണ്ടെങ്കിൽ, ആ മൈൻഡ് ഉണ്ടെങ്കിൽ വെർബ് പ്ലസ് ING വരുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ മൈൻഡ് ഇല്ല, വുഡ് യു ഡാഷ് എന്നാണ് ചോദിച്ചതെങ്കിൽ, ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ച് തെറ്റിച്ചിട്ടുണ്ട്. വുഡ് യു ഡാഷ് എ ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ, വുഡ് യു ഡാഷ് എ ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ ആൻസർ ഏത് വരും? ഓപ്പൺ. യെസ്. വുഡ് യു ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്? രണ്ടും മനസ്സിലായോ? യെസ് സർ. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം. ഡു യു മൈൻഡ് എന്നൊരു പ്രയോഗമുണ്ട്. ഇതിന് ശേഷവും വെർബ് പ്ലസ് ING വരുള്ളൂ. അപ്പൊ വുഡ് യു മൈൻഡ് വന്നാൽ വെർബ് പ്ലസ് ING, ഡു യു മൈൻഡ് വന്നാൽ വെർബ് പ്ലസ് ING. ഓക്കെ. ഇതിൽ വുഡ് യു മൈൻഡ് പലതവണ നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. വുഡ് യു മൈൻഡ്. ഓക്കെ. എല്ലാവരും ഓക്കെ അല്ലേ? Each of my friends dash selected for the competition by the chairman. First option സാറിന്റെ കണക്ഷൻ കിട്ടുന്നില്ല തോന്നുന്നു കേട്ടോ. കേക്കുന്നില്ല കട്ടായി പോയെന്നാ തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് അടുത്ത ദിവസം ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു കേട്ടോ. ഇനി ആ ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് 1-2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അടുത്ത ദിവസം നമുക്ക് അതിനെക്കുറിച്ചായിട്ട് എന്തായാലും സാറിന് ത്രൂ ഔട്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ അപ്പൊ പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ നന്നായിട്ട് പഠിക്കും എല്ലാരും നന്നായിട്ട് പഠിക്കും. ഓക്കെ സർ. താങ്ക് യു സർ.